കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ പുറത്തുനിന്നെത്തിയ SFI പ്രവർത്തകർ പ്രിൻസിപ്പലിനെ മർദ്ദിച്ചു. ഗുരുനാഥന്മാരെ ആദരിക്കുന്നത് എങ്ങനെയെന്ന മാതൃക കാട്ടിക്കൊടുത്തതാണ് പ്രസ്ഥാനവുമായി യാതൊരു കൊലബന്ധവുമില്ലാത്ത ചോര കുഞ്ഞുങ്ങൾ. ആളാം വീതം മുഖ്യമന്ത്രിക്ക് സംഭാവന കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇനി ഞങ്ങളായിട്ട് സഹകരിച്ചില്ല എന്ന് വേണ്ട എന്ന് അവരും കരുതി. അപ്പൊ കുഴി മൂടാൻ അവരെ കൊണ്ടൊക്കുന്ന മണ്ണ് അവരും കോരിയിട്ട് റൊട്ടി കഞ്ഞിയിൽ മുക്കി തേച്ച് വടി പോലെ ആക്കിക്കോട്. എന്നിട്ട് വേണം അത് വെച്ച് അടിച്ചെന്നെ നിറകം തന്നെ പൊട്ടിക്കാൻ. ഇപ്പൊ തന്നെ പൊളിക്കാട്ടാ. പറഞ്ഞതാ കോളേജിൽ ഹെൽപ്പ് ഡെസ്കിന്റെ ഭാഗമായിട്ടാണ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ അവിടെ പ്രിൻസിപ്പൽ എന്ത് ചെയ്യുക, ബാക്കിയുള്ള കോളേജിൽ ഹെൽപ്പ് വിദ്യാർത്ഥികൾ വരുമ്പോൾ പുറത്തുനിന്ന് എന്ത് ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. കൈ അവിടുന്ന് എടുക്കല്ലേ കുട്ടാ, എന്നാലേ കരണം പൊട്ടിയെന്ന് നാട്ടുകാർ തെറ്റിദ്ധരിക്കുള്ളൂ. കൈ നീട്ടി പ്രിൻസിപ്പലിന്റെ മുഖത്തടിക്കുന്നത് CCTV കണ്ടായിരുന്നു. പുരോഗമന പ്രസ്ഥാനത്തിന്റെ സംസ്കാരം എല്ലാവരും കണ്ടൂന്ന്. ഗുരുവന്ദനത്തിന്റെ നവമാതൃകയ്ക്ക് തുടക്കം കുറിച്ചതിന് മേളിൽ നിന്ന് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. സംസാരിച്ചുകൊണ്ടിരിക്കെ ഞാനവിടെ സംസാരിക്കുന്നു, കുണ്ടിയല്ലേ കുണ്ടകളോടൊന്നും സംസാരിക്കില്ല, ചെവികൂട്ടി അടിക്കാണ്ടായത്. അപ്പോ ഗുണ്ടെന്ന് വിളിച്ചോ? അപ്പോഴേ തിരുത്തണ്ടേ ജൂനിയർ ജീവൻ രക്ഷാപ്രവർത്തകരാണെന്ന്. കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ പോകുന്നതിന്റെ ആവേശം പ്രകടിപ്പിച്ചതാണെന്ന് പ്രിൻസിപ്പാളിന് മനസ്സിലാകാഞ്ഞിട്ടാ മക്കളെ. നിങ്ങൾക്ക് ഭാവിക്ക് വേണ്ടിയിട്ടുള്ള ഇത്തരം പരിശീലനങ്ങളുമായിട്ട് മുന്നോട്ട് തന്നെ പോയിക്കോ. CCTV എല്ലാ കാര്യങ്ങളും കണ്ട സ്ഥിതിക്ക് മെമ്മറി കാർഡിന് എവിടേക്കെങ്കിലും കാണാണ്ടാക്കാനും സാധ്യതയുണ്ട്. ഏതായാലും പുതിയ നിയമപ്രകാരമുള്ള ശിക്ഷ അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എല്ലാ മിടുക്കന്മാർക്കും. നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLBക്ക്. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. അയ്യേ, 10 മിനിറ്റ് സമയം അവരവിടിരിക്കും. അതിനുശേഷം പുറത്തുനിന്നുള്ള കുറച്ച് ആളുകൾ, ഒരു 10-15ഓളം ആളുകൾ സംഘം ചേർന്ന് വന്നിട്ട് എന്റെ ഓഫീസിൽ കയറി ഓഫീസിനുള്ളിൽ വെച്ച് എന്നെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. സാറേ, ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി തിരക്കിട്ട് പെട്ടി പണിയല്ലേ, ഏകദേശമൊക്കെ പണി തീരാറായി. സർവനാശത്തിനായിട്ട് അവരിങ്ങനെ കൂട്ടായിട്ട് ഉത്സാഹിക്കുമ്പോഴേ നമ്മൾ എന്ത് പറയാനാ. SFI ഗുരുവന്ദനം നടത്തി ആശുപത്രിയിലാക്കും, രക്ഷാപ്രവർത്തകർ അവിടെ പൊതിച്ചോറ് തന്ന് ആശ്വസിപ്പിക്കും. ആഹാ, അന്തസ്. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. എന്റെ കൈക്ക് നല്ല പൊട്ടലുണ്ട്, നല്ല വേദനയുണ്ട്, കഴുത്തിന് അടിച്ചിട്ടുണ്ട്, പുറകിൽ നിന്ന് അടിച്ചിട്ടുണ്ട്. ഇത്രേ അടി കൊണ്ട സാറ് മര്യാദയ്ക്ക് നിന്ന് വർത്തമാനം പറയുന്നു. മുഖത്തടിച്ചവൻ കവളത്ത് കൈയും കുത്തി താഴോട്ട് നോക്കി പുലമ്പുന്നു. വെള്ളാപ്പള്ളിക്കിട്ടുള്ള മുഖ്യ കൊട്ട് ട്രസ്റ്റിന്റെ നെഞ്ചുവഴി എത്തിച്ചതാണോ എന്നും സംശയമില്ലായ്മയില്ല. ഞാനിവിടുത്തെ വാർഡനാണ്. തിരുത്തേണ്ടതെല്ലാം പാർട്ടി തിരുത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇതുവരെ കഴിഞ്ഞില്ലേ? മുഖ്യമന്ത്രിക്കെതിരായി, പാർട്ടിക്കെതിരായി, പാർട്ടി നേതൃത്വത്തിനെതിരായി വലിയ കളവാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേസ് കൊടുക്കണം മാസ്റ്ററെ. ഇത്രയും നെറുകെട്ട പരിപാടി കാണിക്കുന്ന ആ കള്ള പ്രചാരകരെ കോടതി കയറ്റണം. പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതായോ? അല്ല, എന്നെകളോ പറഞ്ഞേ? ആരാ പറഞ്ഞേ? എവിടെ വെച്ചാ പറഞ്ഞേ? തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത് നേതാക്കളെ പൊള്ളിക്കുന്ന വിമർശനങ്ങളും ആരോപണങ്ങളുമാണ്. മുഖ്യമന്ത്രിയിൽ തുടങ്ങി മേയർ വരെ എത്തി വിമർശനങ്ങൾ. ആ മാസ്റ്റർ പറഞ്ഞത് ഉള്ളതാ കേട്ടോ. മുതലാളിസ അനുയായികൾ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും? രായാവ് നഗ്നനാണെന്ന് പറയാൻ ഇപ്പൊ മത്സരമാണല്ലോ. കപ്പിത്താനിട്ട് കൊട്ടല്ലേന്നും പറഞ്ഞ ആ പാവ മാസ്റ്റർ എത്ര ദിവസം കൊണ്ട് ഇങ്ങനെ നടന്ന് കരയുക. ചൂടില്ലാത്തതുകൊണ്ട് സൂര്യൻ ആരെ ഇപ്പൊ കരിക്കാനും പറ്റുന്നില്ല. തലസ്ഥാനത്തെ മുതലാളിമാരിൽ ചിലർക്ക് മുഖ്യമന്ത്രിയുടെ വീട്ടിലെ അടുക്കളയിൽ വരെ കയറി ചെല്ലാനുള്ള സ്വാധീനവും സ്വാതന്ത്ര്യവുമുണ്ട്. പാവപ്പെട്ട മുതലാളിക്ക് വയറ് വെച്ചപ്പോ വല്ല പഴങ്കഞ്ഞിയും കിട്ടുമെന്നറിയാൻ ചെന്നതായിരിക്കും. ഇതൊക്കെയാണോ ഇത്ര വലിയ വിമർശനം? സ്വാഭാവിക ചരമമടയുന്ന ചുവപ്പൻ പരീക്ഷണങ്ങളുടെ ആഴമൊക്കെ അളന്നിട്ടിനി എന്ത് കാര്യം? പക്ഷെ ഈച്ചയടിച്ച് വീട്ടിലിരുന്നിട്ട് ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരാളെ അപമാനിക്കുന്ന ആളുടെ അഹങ്കാരം ഒന്നളക്കണം. മന്ത്രിയാവണമെങ്കിൽ മുഖ്യമന്ത്രിയാവണം, കാരണം MLA ആവണല്ലോ. മന്ത്രിയാവണമെങ്കിൽ മുഖ്യമന്ത്രിയാവണം. ഈ ചുമതലകൾ നിർവഹിക്കണമെങ്കിൽ ചില യോഗ്യതകൾ വേണം. യോഗ്യത എന്താണെന്ന് പരസ്യമായി പറയാൻ പറ്റില്ല എന്ന് മാത്രം. വീട്ടിലിരുന്നിട്ടും മാറ്റമില്ലാത്ത ക്യാപിറ്റൽ പണിഷ്മെന്റ് വക്താവിന്റെ ബാക്കി മൊഴി മലരുകൾ കൂടി. നിങ്ങൾ ആരായാലും വേണ്ടില്ല, നിങ്ങൾ ചിത്തപ്രഭമുള്ള ആളാണെങ്കിൽ, ഭ്രാന്തനാണെങ്കിൽ പറ്റില്ല. എന്നാൽ ഈ നിബന്ധനയില്ലാത്ത ഒരേ ഒരു സ്ഥാനം മാത്രമേ ഇന്ത്യൻ ഭരണഘടനയിലുള്ളൂ, അത് ഗവർണറാണ്. ചിത്തഭ്രമം ഉള്ളവർക്ക് ഗവർണർ ആകാമെന്ന് അങ്ങനല്ലേ എണ്ണം പറഞ്ഞത്? നാക്കിങ്ങനെ തീർത്തും മലിനമായതിൻ്റെയാ ഇപ്പൊ തിരുത്താം തിരുത്താന്നും പറഞ്ഞ് നേതാക്കൾ ഓരോ മൂലയ്ക്കിരുന്ന് കരയുന്നത്.
ഇതിപ്പോ ഈ തോൽവിയും ഈ ദയനീയ അവസ്ഥയൊക്കെ കണ്ട് ഈ അണ്ണന്റെ കിളി പോയ മട്ട. All the dreams like tingle stars. The tingle stars like glowing gems. ഗവർണർ ആകണമെങ്കിൽ ഈ നിബന്ധനയില്ല. അത് വളരെ കൗതുകരമായിട്ട് നമുക്ക് തോന്നുന്നു. മേയറാകാൻ വല്ല യോഗ്യതയും വേണോന്നറിയാവണ്ണ? കണക്കിന് കുറഞ്ഞത് 1 മാർക്കെങ്കിലും വേണോന്നൊരു നിബന്ധന ഉണ്ടായിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് ഒരാൾ പെട്ടുപോയനെ. സ്വന്തം കണ്ണിലെ കമ്പ് അവിടെ ചാരി വെച്ചിട്ട് മറ്റുള്ളവന്റെ കണ്ണിൽ കരടുണ്ടോന്നും തപ്പി നടക്കുക. തേരാപ്പാര നടപ്പ് തന്നെ ഇനി ശരണമയ്യപ്പ. ഇത് വലിച്ച ഇംഗ്ലീഷ് പറയാൻ പറ്റും. വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞ് 1ാം ക്ലാസ് കൂടി കഞ്ചാവ് വലിച്ചിരുന്നെങ്കിൽ ചറവറാന്ന് ഇംഗ്ലീഷ് പറയായിരുന്നു. അല്ലെങ്കിൽ ഒരു 2 പപ്പ് നോക്കട്ടെ.